സിനിമയിലും നാടകങ്ങളിലും അതുപോലെ തന്നെ ഹ്രസ്വചിത്രങ്ങളിലും ഒരുപോലെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമുക്കരികിലുള്ളത്. നാടകരംഗത്താണ് അദ്ദേഹം ആദ്യമായി നമ്മുടെയെല്ലാം ശ്രദ്ധ നേടിയെടുത്തത്. നാടകങ്ങളിലൂടെയുള്ള ആ യാത്രക്കിടയിലാണ് മിനി സ്ക്രീനിലും തുടർന്ന് സിൽവർ സ്ക്രീനിലും തൻ്റെ പ്രതിഭ തെളിയിച്ചത്. സ്വാഗതം ശ്രീ പ്രേംപ്രകാശ് ലൂയിസ്. താങ്കളുടെ ശബ്ദമാണ് പലപ്പോഴും താങ്കളുടെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി എന്ന് തോന്നുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള മോഡുലേഷനൊക്കെ പറ്റുന്ന ഒരു വോയിസാണ്. എൻ്റെ അറിവിൽ നാടകമായിരുന്നു ആദ്യത്തെ ഒരു. അതെ, നാടകങ്ങളാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും നാടകമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. ഒളരിയിലാണ് വീട്. വളരെ സാധാരണഗതിയിൽ എന്റർടൈൻ ചെയ്തു പോകുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു ഗ്യാങ് ഉണ്ടാവുമല്ലോ. ആ ഗ്യാങ് ഏത് കോളേജിലായിരുന്നു? ഞാൻ സെന്റ് തോമസിലായിരുന്നു. സെന്റ് തോമസിലല്ല, പക്ഷേ സെന്റ് തോമസിൽ പഠിക്കുമ്പോഴല്ല അതിൻ്റെ പ്രത്യേകത. നാട്ടിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ ഞങ്ങൾ ഒളരി പള്ളിയുണ്ട്. ഒളരി പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു നാടകങ്ങളും. അപ്പം ഞാൻ സത്യത്തിലൊരു അന്നത്തെ കാലത്ത് ഒരു ഗായകനായിരുന്നു, പാട്ടുകാരനായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ജെയിൻ ജോസഫ് ഉണ്ട്, നിയോ ഫിലിം അക്കാദമി എന്ന് പറയുന്നത്. ആള് എൻ്റെ ചെറുപ്പം മുതലുള്ള ഞങ്ങളൊരു ഗ്യാങ്ങാണ്. അപ്പോൾ ആൾക്ക് നാടകമായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ ആൾ നാടകമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു, ഞാൻ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. അങ്ങനെ ക്രമേണ അദ്ദേഹം അലോഷ്യസ് കോളേജിൽ പഠിക്കുമ്പോൾ അളിഞ്ഞ വാർത്ത എന്ന് പറയുന്നൊരു നാടകം അവർക്ക് യൂണിവേഴ്സിറ്റി പ്രൈസൊക്കെ കിട്ടിയത്, അത് ഞാൻ കാണാനിടയായി. അങ്ങനെ കാണാനിടയായപ്പോൾ എനിക്ക് നാടകത്തിനോട് ഭ്രമം വന്നു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സംഘമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ജോസ് ചിറമ്പലിൻ്റെ ശിഷ്യനായിട്ടുള്ള പോൾസൺ താണിക്കൽ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ആളുടെ നാടക ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് ഞാൻ ആദ്യമായിട്ട് നാടകത്തിന് ഗൗരവമായിട്ട് കണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ മുഖത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. മുഖത്തിൽ വളരെയധികം സജീവമായിട്ട് ആ കാലത്ത്. അങ്ങനെ മുഖത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പം ക്യാമ്പസിൽ എങ്ങനെയും കയറുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ക്യാമ്പസിൽ കയറുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ വേറെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഒന്ന് തൃശ്ശൂർ ഗോപാൽജി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഗോപാലകൃഷ്ണൻ എന്ന് പറയാം. അപ്പോൾ ഗോപാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ആളന്ന് ഗവൺമെൻറ് ഈവനിങ് കോളേജ് ഉണ്ടായിരുന്നു പാലസ് റോഡിൽ, അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്നുണ്ട്. ഞാൻ അവിടെ ഈവനിങ് കോളേജിൽ ചേർന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് സുവീറിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഭരതവാക്യം എന്നൊരു നാടകം ചെയ്തു. അപ്പോൾ ഭരതവാക്യം എന്നുള്ള നാടകവും അതുപോലെ മുഖം ഗ്രാമീണ നാടകവേദിയിലെ ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ സജീവമായി. പിന്നെ ഞാൻ ഡ്രാമ സ്കൂളിൽ ചേർന്നു. അങ്ങനെ ഡ്രാമ സ്കൂളിലൂടെയാണ് എൻ്റെ നാടക ജീവിതം ശരിക്കും ആരംഭിച്ചത്. ഡ്രാമ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിഭകളെ നേരിൽ കാണാനും അവരുടെ ഒരു ശിക്ഷണത്തിലൂടെ നമ്മുടെ നാടകത്തെ കൂടുതൽ രാഗിമിനിക്കാനും അതോടൊപ്പം തന്നെ ലോക നാടകവേദികളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് തൊട്ടറിയാനും അനുഭവിച്ചറിയാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. തീർച്ചയായിട്ടും ഡ്രാമ സ്കൂളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്തെങ്കിലും ശരിക്കും പഠിച്ചെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറഞ്ഞ ഒരു പ്രതിഭാസംഗമാണ് അവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ആർട്ടിസ്റ്റുകളെ നമുക്ക് സീനിയേഴ്സായിട്ട് കിട്ടും, ഗുരുക്കന്മാരായിട്ട് കിട്ടും. ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ BV കാരന്ത്, S രാമാനുജൻ സാറ്, KG കൃഷ്ണമൂർത്തി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വലിയ വലിയ സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം. പിന്നെ അവിടുത്തെ ഒരുപാട് നാടകങ്ങൾ നമ്മൾ അഭിനയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ടെക്നിക്സായിട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ അത്രയും നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. ഒരു ഡിഗ്രി എന്നതിനേക്കാൾ ഉപരി ഒരു പരിചയം, പ്രവൃത്തി പരിചയം ഭയങ്കരമായിട്ട് നമുക്ക് അവിടെ വലിയൊരു ഗുണം ചെയ്യും. നമ്മളൊരു ട്രെയിൻഡ് ആർട്ടിസ്റ്റായിട്ട് മാറാനും അതെ. അപ്പോൾ അത് വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പം പക്ഷേ കുറേ കൂടി സാധ്യതയുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ട്രാജഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലമില്ല നമുക്ക് നിൽക്കാനായിട്ട് എന്നുള്ളൊരു ട്രാജഡി അന്നത്തെ കാലത്ത്. ഞാൻ 1995 ആണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ സ്കൂൾ ഡ്രാമയിൽ പഠിച്ചിറങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ചൊരു ലക്ഷ്യം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഒരു ആശ്വാസം ചിലപ്പോൾ വല്ല സ്കൂളുകളിലോ കോളേജുകളിലോ മത്സര നാടകവേദി ആകെപ്പാട് മത്സര നാടകവേദി. പക്ഷെ അതും നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അത് അങ്ങനെ അതിന് ആ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാനൊക്കെ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും നോക്കിയില്ല, അങ്ങനെ ഒരു പ്രൊഫഷണൽ നാടകവും ഒപ്പം പിടിച്ചു. നമ്മൾ സമാന്തരമായിട്ട് ഞാൻ ഏകദേശം ഒരു 15-20 വർഷം ഡ്രാമ സ്കൂൾ കഴിഞ്ഞേക്ക് പ്രൊഫഷണൽ നാടകവേദിയിൽ ഞാൻ നടനായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം തൃശ്ശൂർ ചിന്മയി, പിന്നെ ഗുരുവായൂർ വിശ്വഭാരതി, അങ്കമാലി അഞ്ജലി. ഏറ്റവും കൂടുതൽ ഞാൻ അഭിനയിച്ചത് കോഴിക്കോട് ചിരന്തന എന്ന് പറയുന്ന തിയേറ്ററിലാണ്, ഇബ്രാഹിം വെങ്കര സാറിൻ്റെ. അവിടെ ഒരു 7 വർഷത്തോളം ഞാൻ അഭിനയിക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഗൗരവ നാടകവേദി അല്ലെങ്കിൽ അമേച്ചർ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ നാടകവേദിയിലൊക്കെ സജീവമായിട്ട് ആക്ടറായിട്ടും മ്യൂസിക് ഡയറക്ടറായിട്ടും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ സ്കൂൾ ഡ്രാമ കഴിഞ്ഞ വഴിക്ക് നമ്മൾ ശരിക്കും അറിയുന്ന ആൾക്കാരുണ്ട്.
അതിലൊരാളാണ് ജോ ചാലിശ്ശേരി എന്ന് പറയുന്നൊരു ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിംസിൽ എന്നെ അസിസ്റ്റൻ്റായിട്ടും അഭിനേതാവായിട്ടും വിളിച്ചു. അതുപോലെ മ്യൂസിക് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതും ഒരു സൈഡിൽ കൂടെ ഒരു സമാന്തരമായിട്ട് അതും നടന്നുകൊണ്ടിരിക്കും. നാടകത്തിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള വിഷ്വൽ ഒപ്പം മീഡിയയിലേക്ക് ഒപ്പം നാടകം പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഷോർട്ട് ഫിലിം മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ അന്ന് മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം പെരുവണ്ണാമൊഴിയിലുള്ള ഒരു ഗോസ്പൽ ചാനലുണ്ട് ഷാലോ, അവിടുത്തെ ഒരു ഉയർന്ന തസ്തികയിലായിരുന്നു ആള്, പ്രൊഡക്ഷൻ മാനേജർ പോലത്തെ ഒരു തസ്തികയിലായിരുന്നു. അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തോ, കാരണം നാടകക്കാരുടെ ഈ കഷ്ടപ്പാടിന് ബുദ്ധിമുട്ടാണ് നിലനിൽക്കാനായിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് നിനക്ക് ഇവിടെ വേണമെങ്കിൽ വന്ന് വർക്ക് ചെയ്യാം, ഇതൊരു വേറെ മീഡിയ എന്ന് മാത്രം. അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ഞാൻ ഷാലോമിൽ കയറി. അപ്പോൾ തിയേറ്ററിൽ നിന്ന് പതുക്കങ്ങ് മാറി ഇതിലേക്ക് കയറി. അവിടെ നിന്ന് പിന്നെ ഈ ചാനലുകളുടെ പ്രോഗ്രാമിൻ്റെ സ്വഭാവത്തിലേക്ക്, എന്നാൽ ഒരു പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഗോസ്പൽ ചാനലാണ്, പരസ്യമില്ലാത്ത ചാനലാണ്. അപ്പം അതിൻ്റെ ഒരു വാശി അവിടെ ഇല്ല, പരസ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. എങ്കിലും അവിടെ ചെന്ന് ഷോർട്ട് ഫിലിംസും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫിക്ഷൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പോൾ 90s മുതൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 35 വർഷം, ഒരു 3.5 പതിറ്റാണ്ടായിട്ട് വലിയ ഒരു അനുഭവ സമ്പത്ത് നമ്മുടെ കൂടെയുണ്ട്. മാത്രമല്ല വ്യത്യസ്തമായ മീഡിയയാണ്. ഇപ്പോൾ നാടകം ഒരു ഏരിയ അങ്ങനെ കിടക്കുന്നു, വിഷ്വൽ മീഡിയ അത് വേറൊരു മേഖലയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ മാധ്യമ പ്രവർത്തനം അതും വേറൊരു മേഖലയാണ്. മൂന്നിനും മൂന്നിൻ്റെതായ പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ നാടകത്തിലെ അനുഭവ സമ്പത്ത് ചിലപ്പോൾ സിനിമയിൽ നമുക്കത് ഉപകാരപ്പെടില്ല, ചില സമയത്ത് ഉപകാരപ്പെടും ചെയ്യും. അത് കൃത്യമായിട്ട് അത് രണ്ടും വിവേചിച്ചറിയാനുള്ളൊരു ബോധ്യമാണ് ഒരു നടനെ സംബന്ധിച്ച് പലപ്പോഴും വേണ്ടതെന്ന് തോന്നുന്നു. ഈ അനുഭവങ്ങൾക്കൊപ്പം തന്നെ കുറേയധികം സിനിമകളിൽ ചെറിയ റോളാണെങ്കിലും നമ്മളെ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ ഒരു സിഗ്നേച്ചർ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സിനിമ ജോമോന്റെ സുവിശേഷങ്ങൾ. അതില് എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ വലിയൊരു സംവിധായകൻ, ദുൽഖർ സൽമാൻ നായകനാകുന്ന സിനിമ, മുകേഷ്, ഇന്നസെന്റ്, ഒരുപാട് വലിയ താരങ്ങളുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? സിനിമ എന്ന മേഖല നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. കാരണം അങ്ങനെയുള്ള കോണ്ടാക്ട്സോ അങ്ങനെയുള്ള ഒരു സംഗതികൾ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആഗ്രഹമില്ല എന്നല്ല, പക്ഷെ ചിന്തിച്ചിട്ടില്ല. ഞാൻ സാധാരണഗതിയിൽ ഷാലോമിൽ നിന്ന് ശനിയാഴ്ചകളിൽ ഞാൻ വീട്ടിലേക്ക് വരും. ശനിയാഴ്ച വീട്ടിലേക്ക് വരുന്ന സമയത്ത് KV ഗണേഷ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ നാടക പ്രവർത്തകനാണ്. അത് കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ച്, ഡിഗ്രി കാലഘട്ടം മുതൽ ഞങ്ങൾ ഒരുമിച്ച് നാടക പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആളിപ്പോൾ രംഗേജനയുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അപ്പോൾ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, തൃശ്ശൂർ സത്യനന്ദിക്കാടിൻ്റെ ഒരു ഫിലിം നടക്കുന്നുണ്ട്, ദുൽഖറിൻ്റെ പടമാണ്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് നിൻ്റെ നമ്പർ കൊടുക്കാം, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് താല്പര്യമുണ്ട്, നമ്മളെ അല്ലാണ്ട് സിനിമയോട് ഇഷ്ടക്കുറവൊന്നുമില്ല, സിനിമയോട് വളരെ ഇഷ്ടമുണ്ട്, പക്ഷെ നമുക്ക് ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി തേടി നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്നൊരു അവസരം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ഞായറാഴ്ച നേരിട്ട് ചെല്ലുക ചെയ്യുന്നത്, ഓഡിയേഷനൊന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് ചെന്നു, നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, അസോസിയേറ്റ് ഒരു വർക്ക്. അനൂപ് സത്യനോ? രണ്ടുപേരുണ്ടായില്ല, ഏതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. അഖിൽ സത്യനും അനൂപ് സത്യനും, അതിൽ ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കറക്റ്റ് ഓർമ്മയില്ലാണ്ടല്ല, തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞതിലൊരു വ്യത്യാസം വന്നത്, ആ നാടകം എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിരുന്നു. ആ സമയത്ത് അത് പിന്നെ എനിക്കത് മനസ്സിലായത്, നാടകത്തിൻ്റെ ട്രെയിനിങ്. കാരണം എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞു തന്നു, ആ സിറ്റുവേഷൻ അനുസരിച്ച് ഞാനങ്ങ് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതായത് നിങ്ങളുടെ ഫണ്ട് തിരിച്ച് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയപ്പോൾ നിങ്ങൾ ഫണ്ട് വാങ്ങിയ ആളുടെ മെക്കെട്ട് കയറുന്നതാണ് സംഗതി, അതാണ് സിറ്റുവേഷൻ. ഓഡിയേഷനൊന്നും ഇല്ലാണ്ട് നമ്മൾ നേരിട്ട് അങ്ങ് ചെയ്യണം. അങ്ങനെ നേരിട്ട് ചെയ്തപ്പോൾ റീടേക്ക് വേണം. റീടേക്കിന് വേണ്ടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങളൊരു തെരുവിൽ ഗുണ്ടിയൊന്നുമല്ല, നിങ്ങൾ ആ രീതിയിൽ കുറച്ചും കൂടി പക്വതയോടുകൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ലൈറ്റാക്കി ഇപ്പോൾ സത്യൻ സാർ പറഞ്ഞു, ഇങ്ങനെയല്ല വേണ്ടത്, നേരത്തെ നിങ്ങൾ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത് നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തതായ സംഭവമായിരുന്നു. നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു, അത് അദ്ദേഹത്തിന് ഇഷ്ടാവുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. ആദ്യത്തെ സിനിമ സംഭവിക്കുന്നു, പിന്നീട് എനിക്ക് തോന്നുന്നു വരയൻ എന്ന് പറഞ്ഞ സിനിമ. അല്ല, അതിനു മുമ്പ് യുവം എന്ന് പറയുന്നൊരു ഫിലിം വന്നിരുന്നു. പുതിയൊരു സംവിധായകനായിരുന്നു, പിങ്ക് പീറ്റർ. അതായത് ഈ പറഞ്ഞ ജോമോൻ്റെ സുവിശേഷങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വിളിച്ചതായിരുന്നു. അതിൽ സായികുമാർ, കലാഭവൻ, ഷാജോൺ, ഇന്ദ്രൻസ്, നെടുമുടി വേണു, അവരൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷനായിരുന്നു. അമിത് ചക്കാലക്കലാണ് നായകൻ. അതിന് കോമ്പിനേഷൻ ഇവരായിരുന്നു. അപ്പോൾ അത് കുറച്ച് വലിയ വേഷമായിരുന്നു. ദൗർഭാഗ്യവശാൽ അത് കൊറോണയുടെ ഇടയിലാണ് റിലീസ് ചെയ്തത്. അപ്പോൾ അധികം പേരിലേക്ക് എത്തിയില്ല. അതായത് 2 സീറ്റുള്ളപ്പോൾ
ഒരാൾക്ക് ഇരിക്കാം എന്നൊക്കെ പറയുന്ന സ്കീമിലാണ് അതൊക്കെ വരുന്നതും. അതുകൊണ്ട് തന്നെ അത് അധികം ശ്രദ്ധിച്ചില്ല. പിന്നീട് റീൽസായിട്ടൊക്കെ വന്നപ്പോഴാണ് ആൾക്കാർ അങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഒരു വേഷമൊക്കെ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അത് പക്ഷേ എനിക്കും ഇതുപോലെ ഈ പറഞ്ഞ സംഭവം വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റി. പക്ഷേ അവിടെ നമുക്ക് വേറൊരു ഗുണം കിട്ടിയത് ഈ തിയേറ്ററിൽ നിന്ന് വന്നവരും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നെടുപിടി മേടിച്ചേട്ടൻ ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ടീവാണ്, വളരെ ആ സമയം പ്രൊഫഷണൽ നാടകവേദിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് സായികുമാർ. അദ്ദേഹം വേറെ ശൈലിയായിരുന്നു. അപ്പോൾ ആ വ്യത്യാസം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെയാണ്. രണ്ട് തിയേറ്ററാണ്, ഒന്ന് തനത് നാടകവേദിയാണ്, ഒന്ന് പ്രൊഫഷണൽ നാടകവേദിയാണ്. രണ്ടിന് വ്യത്യാസം അറിയാൻ പറ്റും. മറ്റാൾ എന്താ പറയുക, കൂടെ നിൽക്കുന്നവർ പ്രൊമോട്ട് ചെയ്യുക, കൂടെ നിൽക്കുന്നവർക്ക് തിങ്സ് ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വേണുചേട്ടൻ്റെ കൂടെ ചെയ്യുന്നത്. സായികുമാർ അങ്ങനെയല്ല, അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹം ഗംഭീരമാക്കുക എന്നുള്ളതാണ്. കൂടെയുള്ളവരുടെ കാര്യങ്ങൾ ഡയറക്ടറാണ് അത് ചെയ്യേണ്ടതെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തത്. അത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വരയനിലേക്ക് വരുന്നത്. വരയൻ ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ആ സിനിമ എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞ ഉടനെ മറ്റോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതോട് കൂടിയാണ് അത് റിലീസ് ആയിട്ടുള്ളത്. അത് പക്ഷെ OTT എത്താൻ പിന്നെ കുറച്ച് സമയം, തിയേറ്ററിൽ കുറച്ച് നാൾ കളിച്ചു. പക്ഷെ ആ സിനിമ പിന്നീട് കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ കുറച്ച് സമയം പിടിച്ചു. പക്ഷെ അതിലെ കഥാപാത്രം കുറച്ച് രസകരമായ ഒരു കഥാപാത്രമായിരുന്നു. ഒരു തൃശ്ശൂർ സ്ലാങ് ഉണ്ടോന്ന് ചോദിച്ചാലുണ്ട്, പക്ഷെ ആ സ്ഥലത്തിന്റെ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു. വരയൻ എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് അതൊക്കെയായിരുന്നു കുറെ മലയാളി ഫ്രം ഇന്ത്യ അതില് അത് വ്യത്യസ്തമായിരുന്ന വേഷമായിരുന്നു. മാത്രമല്ല എന്റെ രൂപം തന്നെ മാറിപ്പോയി. അതില് ഷൈൻ ടോം ചാക്കോ കളക്ടറാണ്. കളക്ടറുടെ അടുത്ത് രണ്ട് സമുദായങ്ങളുടെ റെപ്രസെന്റേഷൻ, അവരുടെ റെപ്രസെന്റേഷൻ സംസാരിച്ച് രണ്ട് സമുദായങ്ങളും തമ്മിലുള്ള രണ്ട് സമുദായ നേതാക്കന്മാരെ വാക്കേറ്റവും. അതില് ഒരു സമുദായ നേതാവാണ് ഞാൻ. എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയിട്ട് ഈ വർഗീയത പറഞ്ഞതിനെതിരായിട്ട് അടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. അതും ഇതുപോലെ കുറച്ച് ഞാൻ ഗൗരവത്തിലാണ് ചെയ്യുന്നത്, പക്ഷേ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയതുകൊണ്ട് കണ്ടവർക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ട്രാജഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നമ്മൾ മീശ മാത്രം പഠിച്ചു കളഞ്ഞ് താടി മാത്രം മുടി കുറച്ച് നന്നായിട്ട് താത്തി വെട്ടി നമുക്ക് മനസ്സിലാവില്ല അത് ഞാനാണെന്നുള്ളത്. പിന്നെ ഞാനാണെന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ ഇത് നീയായിരുന്നല്ലോ സംഭവം സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളാണ് ഒന്ന് പള്ളിച്ചട്ടമ്പി, പിന്നെ ബ്രോയിൻ കോർട്ട് എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം. അങ്ങനെ രണ്ട് പടങ്ങളാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പള്ളിച്ചട്ടമ്പി എന്ന സിനിമ സഹതാരങ്ങളാണെങ്കിൽ ഒരുപാട് പ്രതിഭകളാണ് ചുറ്റും. TJ രവി ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഒരുപാടുള്ള സിനിമയാണെന്ന് തോന്നുന്നു, വലിയ സ്കെയിൽ. പക്ഷേ ഞാൻ പള്ളിച്ചട്ടമ്പിയിൽ എൻ്റെ ഒരു സീൻ എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പ് തോപ്പിൽ ഭാസിയുടെ KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് എൻ്റെ സ്റ്റേജ് വേർഷൻ ആരിലൊരു സീൻ അഭിനയിക്കുന്നതായിട്ടാണ്. അപ്പം അതിലത്തെ നായികയും ഞാനും നമ്മളൊരു കോമ്പിനേഷനാണ്. മറ്റുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല, അങ്ങനെ ഒരു സീൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പക്ഷേ വേറൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ നാടകം വേറെ രീതിയിലാണ് ശരിക്കും നാടകമാണ്. അതെ, മാത്രമല്ല അപ്പോൾ ഫിലിമിൻ്റെ ഒരു ആക്ടിങ് അല്ല, ഡ്രാമയുടെ ഒരു ആക്ടിങ് ആണ് നമ്മൾ അതിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇതായിരുന്നു. കാരണം നമ്മൾ സിനിമയിൽ ചെറിയ വേഷമാണെങ്കിൽ കൂടി പക്ഷെ അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലത്ത് ആ സീൻ പ്ലേസ് ചെയ്യുമ്പോൾ കൂടിയാണ് ഒരു നടനെ എന്തെങ്കിലും ആ സിനിമ കഴിഞ്ഞിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഒന്ന് കുടിയേറാനായിട്ട് സാധിക്കുക. കറക്റ്റ് സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്യണം. അതുപോലെ അവിടെ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം വേണം. ഇത് രണ്ടും ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞത് കേട്ടിട്ട് സംഭവിച്ചത് വളരെ കുറച്ചുള്ളൂ. പക്ഷെ ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാൽ ആകെ ഒരു സീനായി കാണിക്കുന്നുള്ളൂ. രണ്ട് സീനിൽ ഒന്ന് ഈ സീനും പിന്നെ അവസാനത്തെ പറമ്പുപിള്ളയുടെ കയ്യിൽ കൊടി കൊടുക്കുന്ന ആ സീൻ, ആ രണ്ട് സീനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എഡിറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ വളരെയധികം ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു രജിസ്റ്റർ ആവുന്നുള്ളത് ഉറപ്പാണ്. ഈ സിനിമകളൊക്കെ കടന്നു പോകുന്നു. അപ്പോൾ കൂടുതലും അതുപോലെ തന്നെ സിനിമകൾ, നാടകങ്ങൾ ഒക്കെ നമ്മൾ ഒരു കരിയർ ഗ്രാഫിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കാണാറുള്ളത് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളിൽ അതിലെ സംവിധായകനായിട്ട് വരാറുണ്ട്, അതുപോലെ തന്നെ നടനായിട്ട് വരാറുണ്ട്, എഴുത്തുകാരനായിട്ട് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു വലിയ വീടും ചെറിയ കാര്യവും അങ്ങനെയുള്ള ഒരു വെബ് സീരീസിൻ്റെയൊക്കെ ഒരു തുടക്കകാലത്ത് തന്നെ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുദിക്കുകയും കുറേയധികം കാലം അതുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തത് ഫിയാത്ത് മിഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. അവരത് ഷക്കീനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ യൂട്യൂബിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. 96 എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതൊരു ടാസ്ക്കായിരുന്നു. അതായത് ഈ ചാനലിന് വേണ്ടി ചെയ്യുമ്പോൾ ടൈം ബൗണ്ട്, അതായത് കൃത്യസമയത്ത് ആഴ്ചയിൽ 2 എപ്പിസോഡ് പോകണം, അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ സിങ് സൗണ്ടാണ് ചെയ്തത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. മാത്രമല്ല സ്ക്രിപ്റ്റ് കറക്റ്റ് വന്നുകൊണ്ടിരിക്കണം ആഴ്ചയിൽ 2 എപ്പിസോഡ് ചെയ്ത് പോകണമെങ്കിൽ. അപ്പോൾ നല്ല ടാസ്ക്കായിരുന്നു. ഒരു ഗ്രൂപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിലാകെ കൂടി നമുക്കൊരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് കൊറോണയുടെ ടൈമിലായിരുന്നു. അപ്പോൾ കൊറോണ ടൈമിൽ എല്ലാവരും
ഫ്രീ ആണ്. അപ്പൊ എല്ലാവർക്കും വേറെ കാര്യങ്ങളിലേക്കൊന്നും എൻഗേജഡ് അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഒരു ചാർട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവരും അവിടെ എത്തിച്ചേരും. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. പിന്നെ സൗണ്ടിന് അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു ഒരു വീടും ഒരു ഏരിയയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റി. പിന്നെ ആക്ടേഴ്സും വലിയ കുഴപ്പമില്ലാത്ത ആക്ടേഴ്സ് ഒക്കെ പുതിയ ആൾക്കാരാണ്. 1-2 പേര് മാത്രമാണ്. ബിമിതൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. അതെ അതെ, അതിൽ നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബിമിതിയും ടിറ്റോയും മാത്രമാണ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ പുതിയ ആൾക്കാരായിരുന്നു. പിന്നെ എല്ലാവരും പുതിയ ആൾക്കാർ, അതായത് 6 കുട്ടികൾ, പിന്നെ ഒരു അപ്പൂപ്പൻ, പിന്നൊക്കെ വന്നു പോകുന്ന ആൾക്കാർ, അവരൊക്കെ പുതിയ ആൾക്കാരാണ്. കാരണം ഫണ്ടിന്റെ ഒരു അപര്യാപ്തത വളരെയധികം, ഫണ്ട് വളരെ കുറവായിരുന്നു. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള ആൾക്കാരെയാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഈ ബിമിതയുടെയും ടിറ്റോന്റെയും ഒരു ബലത്തിന്റെ മുകളിലാണ് നമ്മൾ ആ സംഗതി. അവരും ആ സമയത്ത് അധികം കമ്മിറ്റ്മെന്റ്സ് ഒന്നും അവർക്ക് വന്നിട്ടില്ല. അവരെ സംബന്ധിച്ച് അവർക്കൊരു നേഴ്സറി ഉണ്ട്, അത് കൊറോണ കാരണം അടഞ്ഞെടുക്കുകയാണ്. ടിറ്റോന്റെ സ്ഥാപനം ഏകദേശം ഈ കൊറോണ കാരണം അടഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വളരെ സുഖമായിട്ട് വന്ന് പോയി ചെയ്തു പോകുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അത് എല്ലാവരും എൻജോയ് ചെയ്താണ് 96 എപ്പിസോഡും തീർന്നത്. 96 എപ്പിസോഡിൽ നിൽക്കാൻ കാരണം കൊറോണ മാറിയതാണ്. കൊറോണ മാറിയപ്പോൾ പിന്നെ എല്ലാവരും എൻഗേജ്ഡ് ആയി. അങ്ങനെ അത് അവസാനിച്ചത്. അപ്പോൾ കോവിഡ് മാറിയപ്പോൾ കുറെ കൂടി എല്ലാവരും തിരക്കുകൾ വന്നപ്പോഴാണ് ഒരു തുടർച്ചയുള്ള കഥാപാത്രങ്ങളായതുകൊണ്ട് അവരെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഇവിടെ അത് ക്രമേണ നിന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പരിചയത്തിന് മുകളിൽ ഷോർട്ട് ഫിലിംസുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ലൊരു ക്രൂവിന് കിട്ടി എനിക്ക്. ആ ക്രൂ നമ്മളായിട്ട് സിങ്കായി. പിന്നെ ഷോർട്ട് ഫിലിംസുകൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് വരുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്കൊരു റവന്യൂ കിട്ടാത്തൊരു സംഭവമാണല്ലോ. വലിയ മുതൽ മുടക്കിയിട്ട് കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് പേയ്മെന്റ് വരില്ല. പെട്ടെന്ന് തന്നെ അല്ല, പേയ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും പൈസ ഇറക്കുന്ന ആൾക്ക് തിരിച്ച് പൈസ കിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് മാക്സിമം ഒതുക്കി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ആ രീതിയിൽ, അപ്പം അങ്ങനെയാണ് ഞാൻ തന്നെ സ്ക്രിപ്റ്റുകൾ മാനേജ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മളൊരു കണ്ടന്റ് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എവിടേക്കാണ് നമുക്ക് പൈസ കൂടുതൽ ചിലവ് വരാൻ സാധ്യത, അതിനെങ്ങനെ മറികടക്കാം. അപ്പോൾ 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന് നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതല്ല, നമുക്ക് ഒന്നുകൂടി അപ്പുറത്ത് വേറെ രീതിയിൽ ക്രിയേറ്റീവ് മാറുന്നുണ്ടോ എന്നും പറയാം. മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ നമുക്ക് മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ മേക്ക് ചെയ്യാം, അതിനുള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ശരിക്കും പറയുന്നത് ഷോർട്ട് ഫിലിംസും ആൽബങ്ങളൊക്കെ. വലിയ സ്വപ്നങ്ങളല്ലാണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അത് വലിയ അനുഭവമാണ്. നമ്മൾ ഒരുമിച്ച് ഒരു ചെറിയ ഇതിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി പള്ളി പെരുന്നാളിന്റെ. എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയൊരു ഇതായിരുന്നു. കാരണം വളരെ ചെറിയൊരു ബലൂൺ കച്ചവടക്കാരനായിട്ട് അത് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതിന്റെ അവതരിപ്പിച്ച രീതിയും അതിന്റെ ക്യാമറ വെച്ചതും അതിന്റെ ആ ഒരു ടൈമിംഗ് ഒക്കെ അത് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടാവുന്ന രീതിയിലാണ്. പെട്ടെന്നൊരു പീപ്പി വിളിയും ആ ഒരു സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു വർക്കായിരുന്നു. എന്നാലും അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു. ഈ വർഷം അതുപോലെ തന്നെ പെരുന്നാളിനൊരു ചെയ്തിരുന്നു, അനുഗ്രഹീതം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം. അത് വേറെ രീതിയായിരുന്നു. കുറെ സെന്റിമെന്റൽ, കുറച്ച് മെലങ്കോളിക്കൊക്കെ ആയിട്ട് ഞാൻ കണ്ടിരുന്നു. നാടകം അതുപോലെ ഷോർട്ട് ഫിലിം സിനിമകൾ ഇതിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നു. രംഗചേതന എന്ന് പറഞ്ഞ തൃശ്ശൂരിന്റെ നാടക പ്രണയികളുടെ ഏറ്റവും വലിയൊരു സംഗമ സ്ഥലം തന്നെയാണ്. ഒരു നാടകത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് നാടകത്തെ കൂടുതൽ നാടകങ്ങളെ പരിചയപ്പെടാനും നാടകത്തിലൂടെ വളർന്നു വരാനൊക്കെ സാധിക്കുന്ന ഒരു വലിയ സ്പേസ് തന്നെയാണ് ഇവിടെ. ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയ വലിയ വലിയ സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു സ്വകാര്യ ഒരു സ്ഥാപനം എന്നും പറയാൻ പറ്റില്ല, ഒരുപാട് കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലുള്ളവർ തന്നെ പരസ്പരം സഹകരിച്ചിട്ട് എല്ലാ ആഴ്ചയും നാടകത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പുതിയ നാടകങ്ങൾ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, അങ്ങനെ എല്ലാം സംഘടിപ്പിക്കുന്നു. രംഗചേതന എങ്ങനെയാണ് ഇപ്പോൾ പ്രേംപ്രകാശ് ലൂയിസ് എന്ന ഒരു കലാകാരനെ വളർത്തിയെടുത്തത്? രംഗചേതനയിൽ എനിക്കൊരു എൻട്രി കിട്ടുന്നത് എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ KV ഗണേഷിനെ കുറിച്ച് പറഞ്ഞു. വളരെ പണ്ട്, ഇപ്പോൾ തൃശ്ശൂർ രംഗചേതന എന്ന് പറയുന്നതിന് മുമ്പ് ചേറൂർ രംഗചേതനയായിരുന്നു. അപ്പോൾ ചേറൂർ കിണർ സ്റ്റോപ്പിലാണ് അവിടെ പള്ളിയുണ്ട്. ആ പള്ളിയൊരു കോമ്പൗണ്ട്. പണ്ടത്തെ കാലത്ത് നമുക്ക് പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് കയറി റിഹേഴ്സൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു അനുവാദം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ടായിരുന്നു E.T. വർഗീസ് മാഷ് നമുക്ക് അവിടെ രംഗേയനയ്ക്ക് വേണ്ടിയിട്ടുള്ള റിഹേഴ്സലുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അന്നത്തെ ആസ്ഥാനം. യെസ്. അപ്പോൾ അവിടെ ഒരു എനിക്ക് തോന്നുന്നത് വർഗീസ് മാഷിൻ്റെ ഒരു പാരലൽ കോളേജും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ മലയാള പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരത്തെ വലിയൊരു കേന്ദ്രം അദ്ദേഹത്തിനുണ്ട്. അതുകൂടാതെ അന്ന് അവിടെ ഒരു ചെറിയൊരു പാരലൽ കോളേജ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പറയുന്നത് 95 ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ് കേട്ടോ. ആ കാലഘട്ടത്തിൽ
അപ്പോൾ അന്ന് ഞാൻ ഗണേശന്, അപ്പം ഞാൻ ക്രിയേറ്റീവ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നല്ല എങ്കിലും ഒരു സീനിനനുസരിച്ചുള്ള വായ്ത്താരികളും ഹമ്മിങ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അത്യാവശ്യം ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ കാസറ്റിൽ നിന്ന് എഡിറ്റിൽ മ്യൂസിക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഞാൻ മ്യൂസിക് ചെയ്തിരുന്നു തിയേറ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഗണേശൻ എന്നെയാണ് എപ്പോഴും വിളിക്കാറുള്ളത്. അപ്പോൾ ഗണേശാണ് എന്നെ രംഗചേതനയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഞാൻ കുട്ടികളെ നാളത്തിൽ അഭിനയിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ മ്യൂസിക് ചെയ്യും. അപ്പം അങ്ങനെ വളരെയധികം റിലേഷൻ വന്നു. പിന്നെ ക്രമേണ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ രംഗചേതന തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചിട്ട് സൺഡേ തിയേറ്റർ തുടങ്ങി. അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സൺഡേ തിയേറ്ററിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വർഗീസ് മാഷും ഗണേഷും വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഞായറാഴ്ചകളിൽ വോയിസിന് ക്ലാസ് എടുക്കാൻ ആളില്ല. തിയേറ്ററിൽ എങ്ങനെയാണ് ഒരു നടൻ ശബ്ദം ഉപയോഗിക്കേണ്ടത്, ശബ്ദത്തിൻ്റെ പരിമിതികൾ എങ്ങനെ കടക്കണം, അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്, അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ആളില്ല, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ആളില്ല. അപ്പോൾ ഒന്ന് നീ വായോ എന്ന് പറഞ്ഞിട്ട് ഗണേശ് എന്നെ വിളിച്ചു. സാധാരണഗതിയിൽ ഞാൻ തിയേറ്റർ വർക്ക്ഷോപ്പിന് ഞാൻ പോകാറുണ്ട്. ഒരു 4 ദിവസത്തെ ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഞാനും അതിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പം നമ്മൾ ആ ക്യാമ്പുകളിലൊക്കെ നമ്മൾ ചെറുതായിട്ട് ഈ വോയിസിൻ്റെ സംഭവം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വോയിസിൻ്റെ സംഭവം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഗണേഷിന് എൻ്റെ കയ്യിൽ ഐഡിയ ഉണ്ടെന്നുള്ളത് ഗണേശൻ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ പിന്നെ രംഗചേതനയിൽ സൺഡേ തിയേറ്ററിൽ വോയിസിൻ്റെ ഈ ട്രെയിനിങ്ങിനൊക്കെ ഏർപ്പെടാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പറഞ്ഞു പരമാവധി ഗണേഷും ഞാനും ഒക്കെ ഈ നാടകത്തിനെ ഇവർക്ക് ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഗണേഷിൻ്റെ ഒരു ലീവ് മീ അലോൺ എന്നിട്ടൊരു ആൻ്റൺ ചെക്കോവിൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്, ഒരു കൊല്ലം മുമ്പ്. അതിൽ ഞാൻ മാത്രമാണ് മെയിൻ സെൻട്രൽ ക്യാരക്ടറായിട്ട്. അപ്പോൾ അങ്ങനൊരു നാടകം അഭിനയിക്കാനായിട്ട് എനിക്ക് ചാൻസ് കിട്ടി. അപ്പോൾ അതും എനിക്കൊരു അവസരമായിരുന്നു. അപ്പോൾ രംഗചേതനയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സാധ്യമാകുമ്പോൾ ഒക്കെ ഞാൻ അതിൽ സഹകരിക്കാറുണ്ട്. എനിക്ക് എപ്പോഴും അവിടെ വെൽക്കമിങ് ആണ്. അതായത് എനിക്കെന്നല്ല ആർക്കും നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ രംഗചേതന എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എങ്ങനെയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഫണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതിന് ഷോർട്ട് ഫിലിം ആയാലും ഉള്ള ഫണ്ടിനെ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കത് മുന്നോട്ട് പോകാന്നുള്ള മാതിരി തന്നെ നാടകത്തിനെ സംബന്ധിച്ചും അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതിനും ആ രീതിയിൽ കണ്ടിട്ട് തന്നെ നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെയും പറഞ്ഞ പോലെ ഒരുപാട് പ്രതിഭകളെ നമുക്ക് കൂട്ടിമുട്ടാനായിട്ട് കഴിയാറുണ്ട്. ഒരുപാട് ക്രിട്ടിക്സിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് സാധാരണഗതിയിൽ എപ്പോഴും അഭിനന്ദനങ്ങൾ നന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ മുഖത്ത് നോക്കിയിട്ട് ഇന്ന കാര്യങ്ങൾ മോശമായിരുന്നു, ഇന്ന കാര്യങ്ങൾ മാറ്റാമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു വേദി എന്ന് പറയുന്ന ഒരു രീതിയിൽ രംഗചേതന മാറിയിട്ടുണ്ട്. അത് വലിയൊരു സംഭവം തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ രംഗചേതനയിലെ 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ നാടകത്തെ സ്നേഹിക്കുന്നവർക്കിടയിൽ. ഒന്ന് നാടകത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മുഴുവൻ സമയം നാടക പ്രവർത്തകരുണ്ടായിരിക്കും. മറ്റേത് മറ്റ് ജോലികൾക്കൊക്കെ പോയിട്ട് വീക്കെൻഡ് നമ്മളിപ്പോൾ സ്പോർട്സിന് വേണ്ടി വിനിയോഗിക്കുന്നവരുണ്ട്, നമ്മുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരുണ്ട്, ബിസിനസ്സിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരുണ്ട്, കൊറിക്കമ്പനിയിൽ പോയിരിക്കുന്നവരുണ്ട്. അങ്ങനെ പലവിധ മേഖലകളിലേക്ക് നമ്മുടെ ഒഴിവു സമയങ്ങളെ തിരിച്ചുവിടുന്ന ആൾക്കാരുണ്ട്. അതിൽ അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാർ ഇതിലേക്ക് കടന്നു വരുന്നു, രംഗചേതനയിലേക്ക് വരുന്നു, നാടകത്തെ സ്നേഹിക്കുന്നവർ വരുന്നു. അതുപോലെ തന്നെ മുഴുവൻ സമയം നാടക പ്രവർത്തകരുണ്ട്. ഈ 2 വിഭാഗം ആളുകളെയും കൂട്ടിയിണക്കി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. ഇപ്പോൾ ഗണേഷ് മാഷിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അതുപോലെ ET വർഗീസ് എന്ന് പറഞ്ഞ രംഗചേതനയുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹമൊക്കെ ഇതിനു വേണ്ടി കൊടുക്കുന്നൊരു സമർപ്പണം വേറൊരു ലെവലാണ്. അപ്പോൾ ഇത്തരം പുതിയ തലമുറയിലെ ആളുകൾ ഇത്തരം ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ അവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നു. അതിൽ പലരും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമ്മളെക്കാൾ വലിയ പ്രശസ്തിയിലേക്ക് പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മയിൽ ഇപ്പോൾ പുതിയ ആളുകൾക്ക് നാടകം പറഞ്ഞു കൊടുക്കാൻ, ഇപ്പോൾ വോയിസ് ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞു, പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? രംഗചേതനയുടെ ഒരു സജീവ പ്രവർത്തകനാണല്ലോ താങ്കൾ, അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്ന് പറയുന്നത് അവരെല്ലാവരും നമ്മൾ ട്രെയിൻ ചെയ്യിക്കാൻ വരുമ്പോൾ അവർക്ക് അത് മനസ്സിലാവാതെ വന്നാലും ശരി, അല്ലെങ്കിൽ ശരിയായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ നിന്ന് എന്തൊക്കെ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം അവർ വാങ്ങിച്ചെടുക്കുക എന്നുള്ളൊരു സംഭവം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും കുറച്ചും കൂടി പ്രിപ്പയർഡ് ആവും. അവിടേക്ക് പോകുമ്പോൾ വെറുതെ പോയാൽ പറ്റില്ല.
കാരണം അവർ കുറച്ചും കൂടി ആത്മാർത്ഥതയുണ്ട്, കുറേ കൂടി പ്രിപ്പയർഡ് ആവും. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആകുമ്പോൾ അവർക്കും ഒരു അത്ഭുതം. ആൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയുള്ള ധാരണ ഉണ്ടെന്ന് മാത്രമല്ല, ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയതാണ്. അതായത് എല്ലാ വർഷവും ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു വർഷത്തെ ഗ്രൂപ്പിന് കിട്ടിയ സംഗതി ആയിരിക്കില്ല പിറ്റത്തെ വർഷം ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടല്ല. ഇപ്പോൾ ഒരു വർഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു മോഡ്യൂൾ എടുത്തിട്ട് എല്ലാ വർഷവും അപ്ലൈ ചെയ്യുന്നില്ല. നമ്മളെ വിളിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള മെത്തഡോളജി എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരുക്കം ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മോശമാണ്. അവിടുത്തെ ആർട്ടിസ്റ്റുകൾ, ഈ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ നിന്ന് കിട്ടുന്നത് സ്വീകരിക്കാൻ നോക്കും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിന്നീട് അവിടെ ചെന്നിട്ടുള്ള ഇതിന് മുമ്പ് പോയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വീണ്ടും വീണ്ടും പല കാര്യങ്ങളിലും പല ഡൗട്ട്സും അല്ലെങ്കിൽ സജഷൻസും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് അവരതിനൊക്കെ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഒരു ഒട്ടും പോസിറ്റീവ് അല്ലാത്തൊരു വശം എന്ന് പറയുന്നത് മിക്കവരും വരുന്നത് അതിന് പോസിറ്റീവ് അല്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് അതുള്ളൂ. എല്ലാവരും ഒരു ഫിലിമിലേക്കുള്ളൊരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആ മീഡിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പണ്ടത്തെ കാലത്ത് ഇതിന് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനായിട്ട് ഇങ്ങനൊരു പശ്ചാത്തലം വേണമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഷോർട്ട് ഫിലിമിലായാലും സിനിമയിലായാലൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷം വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അവർ വളരെയധികം കഠിന പ്രയത്നം ചെയ്യും, നന്നായിട്ട് പെർഫോം ചെയ്യും. അത് പരാജയപ്പെടാം അല്ലെങ്കിൽ വിജയിക്കാം, അത് എന്തായിക്കോട്ടെ. പക്ഷെ അവിടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും. അവർക്കിത് കിട്ടിയേ തീരൂ. ഇവിടെ വന്ന് പുറത്തു പോകുന്നത് പഴയ ആളായിരിക്കില്ല, പുതിയൊരാൾ തന്നെ ആവണം. അതായത് ഇപ്പോൾ രംഗജേനയുടെ ഞായറാഴ്ച നടത്തുന്ന പെർഫോമൻസിൽ മികവ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഭാവിയിൽ അവർക്ക് ഇതൊരു ഈ പ്രാക്ടീസ് കൊണ്ട് എന്തെങ്കിലും ആയി മാറണം. അതാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇന്ധനം ഇവിടുന്ന് അതാണ് കറക്റ്റ്. ആ ഒരു ചാർജിങ് ആണ് അവർക്ക് ആവശ്യം. ആ ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടിയും റിസ്ക് കൂടുതലുണ്ട്. കാരണം അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പം നമ്മളെപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുക എവിടേക്കാണ് കുറവുകൾ, എന്തൊക്കെയാണ് കുറവുകൾ. ആ കുറവുകൾ നീക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും, പരീക്ഷണങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. രംഗചേതന എന്ന് പറഞ്ഞ വലിയ ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് തലമുറകൾക്ക് നാടകത്തെ പ്രണയിക്കുന്ന, നാടകത്തെ സ്നേഹിക്കുന്ന, നാടകം ഉള്ളിലേറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് തലമുറകൾക്ക് ഇനിയും വലിയൊരു ഊർജ്ജമാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം നാടക പ്രവർത്തനങ്ങൾ മാറി നിന്നുകൊണ്ട് വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കറിയാം ഒരുപാട് പേര് ഇതിലൂടെ വളർന്നു വന്നവരുണ്ട്, താങ്കളടക്കം. അത് വലിയൊരു കാര്യം തന്നെയാണ്. തൃശ്ശൂരിൻ്റെ ഒരു നമ്മൾ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ ആ തുടിപ്പുകളിൽ ഒരു വലിയ തുടിപ്പ് തന്നെയാണ് രംഗചേതന എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നാടകത്തിൻ്റെ പലതരം നാടക വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. രംഗചേതനയെ പറ്റിയൊക്കെ പറഞ്ഞു. പലപ്പോഴും നാടക പ്രവർത്തകർക്കിടയിൽ എപ്പോഴും തർക്ക വിഷയമാകാറുള്ള ഒരു ഏരിയയാണ് പലതരം നാടകങ്ങൾ. കേരളത്തിലാണെങ്കിൽ പല തരത്തിലുള്ള നാടകങ്ങൾക്ക് പിറവി കൊള്ളാൻ മണ്ണ് ഒരുക്കിയിട്ടുള്ള ഒരു ഭൂമിയാണ് നമ്മുടെ കേരളം. പ്രത്യേകിച്ച് തിരുവിതാംകൂർ നാടകവേദി, മലബാർ നാടകവേദി, കാവാലത്തിൻ്റെ ആണെങ്കിൽ തനത് നാടകങ്ങൾ വരുന്നു. അങ്ങനെ NN പിള്ളയുടെ നാടകങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ നാടകവേദിയിലാണെങ്കിൽ രാജൻ പിതയൊക്കെ അടങ്ങുന്നവർ, ബെന്നി പി നായരമ്പലം സിനിമയിലൊക്കെ പിന്നീട് ഒരുപാട് ഹിറ്റുകൾ തീർത്ത, അപ്പോൾ അവരുടെ നാടകത്തിന് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്നു. പിന്നെ എല്ലാറ്റിലുപരിയായിട്ട് KPSC പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനം പൊളിറ്റിക്കലായിട്ട് മലയാളിയെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സാക്ഷരരാക്കിയ ഒരു നാടകം, അതിപ്പോൾ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതാണോ എന്നുള്ളതിനപ്പുറം ഒരു നാടകം ഒരു ജനതയെ അവരുടെ രാഷ്ട്രീയത്തെ നിർവചിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. നാടകത്തെ സ്നേഹിക്കുന്ന, നാടകത്തിലൂടെ ഒരു നടനെന്ന രീതിയിൽ നമ്മളെ സ്വയം കൂടുതൽ കൂടുതൽ മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഏത് തരം നാടകങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം? എല്ലാതരം നാടകങ്ങളും എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ തനത് നാടകങ്ങൾ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അമച്ചറും പ്രൊഫഷണലും ഈ സ്കൂൾ ഓഫ് ഡ്രാമ ടൈപ്പ് നാടകങ്ങളും നമ്മൾ പറയുന്ന നാടകങ്ങളാണെങ്കിലും എല്ലാതരം ഇടക്കാലത്ത് പ്രൊഫഷണൽ നാടകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നു. അപ്പോൾ ഒരു നടനെന്ന രീതിയിൽ ഇത്തരം പലതരത്തിലുള്ള നാടക സങ്കേതങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു? ഓരോന്നിൻ്റെയും ആസ്വാദന തലത്തിലാണ് പ്രത്യേകത. ഇപ്പോൾ ആസ്വദിക്കുന്ന ആളുകളെ ഡിപ്പെൻസാണ് ഈ പറയുന്ന അവതരണങ്ങളൊക്കെ. ഇപ്പോൾ കാവാലൻ സാറിൻ്റെ തനത് നാടകവേദി തിയേറ്ററിൻ്റെ ഒരു 100% പ്രൊഡക്ഷനാണ്, തിയേറ്ററിക്കലാണ്. ഡ്രാമയേക്കാൾ കൂടുതൽ പരമാവധി തിയേറ്ററാക്കാണ്. ദൃശ്യഭാഷ എത്രത്തോളം പവർഫുള്ളാക്കണം, എത്രത്തോളം കളർഫുള്ളാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ പ്രത്യേകത.
അപ്പോൾ അവിടെ ഒരു എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നാടകവും അതുപോലെ ആകുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തിലും ഈ പറഞ്ഞ കഥകളിയുടെയും ഭരതനാട്യത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും അംശങ്ങൾ കൂടിച്ചേർത്തിട്ടുള്ള ഒരു സംഭവം മാത്രമായി തീരുമ്പോൾ ബഹുസ്വരത വേണം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തിയേറ്ററിൻ്റെ ആളായി മാറി. പക്ഷെ ആ തിയേറ്റർ ആസ്വദിക്കാൻ നല്ല രസമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഒരേപോലെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആക്ഷേപം ആൾക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടാം. ഇപ്പോൾ വേടൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടാം. അതൊരു രീതിയാണ് അത് എന്ന് പറയുന്നത് പോലെയാണ് ഇത്. വളരെ മഹത്തരമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പണ്ടത്തെ പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ.എം. പിള്ള സാറിൻ്റെ ആയാലും ശരി, അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒപ്പം തന്നെയുള്ള കെ.ടി. മുഹമ്മദ് ആയാലും ശരി, ഇവരൊക്കെ വളരെ അന്നത്തെ കാലത്ത് പരീക്ഷണ നാടകങ്ങൾ ആൾക്കാരാണ്. എൻ.എം. പിള്ളയ്ക്ക് വലിയ പരീക്ഷണങ്ങൾ കെ.ടി. മുഹമ്മദ് ഭയങ്കര പരീക്ഷണമായിരുന്നു. ഈ വിശപ്പ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റ് എടുത്തിട്ട് ആ രീതിയിൽ കൊണ്ടുവരാന്നൊക്കെ പറയുന്നത് കെ.ടിക്ക് ഇനി പറ്റിയിട്ടുള്ളൂ. അതിന് ആരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോൺ അബ്രഹാമിൻ്റെ ചെന്നായിക്കളതൊക്കെ പട്ടിണി മരണം എന്നൊക്കെയുള്ള നാടകങ്ങൾ വരുന്നത്, പി ജാനയുടെ നാടകങ്ങളൊക്കെ വരുന്നത്. അതിന് ശേഷമാണ് പി ജാനടിക്ക് ഉണ്ടായിരുന്നത് പോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമൊക്കെ. അപ്പം അതിന് ആ തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ജോസേട്ടൻ വേറെ ലെവലായിരുന്നു. അത് എന്താ പറയുക, കൈവിട്ടൊരു പ്രതിഭയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസേട്ടന് ഒരു ശരിയായിട്ടുള്ളൊരു ഗ്രൗണ്ട് കിട്ടിയില്ല. ആൾ റൂട്ട് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഗംഭീര ഒരു നാടക പ്രസ്ഥാനം തുടങ്ങി. പല കാരണങ്ങളാൽ അത് ശിഥിലമായിപ്പോയി. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സംവിധായകൻ എന്ന് പറയാവുന്നത് ജോസേട്ടനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുദ്രാരാക്ഷസായാലും മാതൃഗോത്രമായാലും ഭോമിയയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത് വേറെ ലെവലാണ്. അതങ്ങനെ ഒരു പ്രൊഫഷണലിൻ്റെയോ തനതിൻ്റെയോ ഒന്നും അങ്ങനെ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതല്ല, അതിന് മീതയ്ക്ക് നിൽക്കുന്നതാണ്. തനത് നാടകീയ അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുദ്രാരാക്ഷസം ചെയ്തിട്ടുള്ളത്. എന്നാലോ പൊളിറ്റിക്കലാണ്, എന്നാലോ എൻ്റർടൈനറാണ്. അങ്ങനെ ഒരുപാട് സംഭവം. ജോസേട്ടൻ നമുക്ക് ഈ കാറ്റഗറിയിലൊന്നും തീർച്ചയായിട്ടും അത് വേറെ വലിയൊരു സംഭവമാണ്. അത് ആർക്കും സാധിക്കാത്തതാണ്. പിന്നെ പല കാരണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭ പുറത്തേക്ക് വരാതെ, അല്ലെങ്കിൽ അത് അസ്തമിച്ചു പോകാനായിട്ട്. പക്ഷേ ഈ പ്രൊഫഷണൽ നാടകത്തിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. പക്ഷെ കണ്ടന്റ് പ്രൊഫഷണൽ നാടകത്തിന് കുറച്ചും കൂടി ജനങ്ങളുടെ സാധാരണ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു. ആ തരത്തിലുള്ള കണ്ടന്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നാടകങ്ങൾ ചെയ്യുമ്പോൾ അതിന് ആളുകളുടെ ഇടയിൽ ഒരു ഇതുണ്ടായിരുന്നു. ആ സമയം ഒരു എക്സ്പീരിയൽ നാടകവേദിയിലൊക്കെ ഉണ്ടാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും ഉണ്ട്. അതായത് ജനങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ, ജനങ്ങളെ എങ്ങനെയൊക്കെ ഡീമോറലൈസ് ചെയ്യണു, അല്ലെങ്കിൽ ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ വിധേയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ അവനെ പറ്റിക്കുന്നു സ്റ്റേറ്റ്, അല്ലെങ്കിൽ കഴിവുള്ളവർ, അല്ലെങ്കിൽ ആ രീതി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൃത്യമായിട്ട് നാടകങ്ങൾ ചെയ്തിരുന്നത്, ഗൗരവമായിട്ട് ചെയ്തിരുന്ന ആൾക്കാർ. ഈ പേഴ്സണൽ സംഭവത്തിനെ മാറ്റി നിർത്തിയിട്ട്, പേഴ്സണൽ സംഭവമൊക്കെ അത് വേറെ വിഷയമാണ്, അത് വളരെ ഗൗരവത്തിലാണ് കൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നാടകത്തിന് വേറെ സ്വഭാവം വന്നു. അപ്പോൾ വളരെ ഈസിയായിട്ട് നാടകം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊരു അറിയാതെ വെറുതെ പറയുന്നതാണ്, മനസ്സിലാവാണ്ടൊന്നുമല്ല. നമുക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് കാണാൻ, നമ്മളിപ്പോൾ സിദ്ദിഖ് ലാലിൻ്റെ സിനിമ കാണുന്നതും അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു സിനിമ കാണുന്നതിനുള്ള വ്യത്യാസമാണ്. വളരെ ചിരിച്ചുകൊണ്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി പോവുക എന്ന് പറയുന്ന ഫീൽഡ് അന്നത്തെ കാലത്തെ ആളുകൾ അങ്ങനെ നാടകം കണ്ടിരുന്നത്. ഇപ്പോൾ ആലപ്പി തിയേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന നാടക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുക, അതുപോലെ ജൂബിലി തിയേറ്റേഴ്സ് എന്നാൽ അവരതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പൊളിറ്റിക്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ലൈറ്റായിട്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം ചെയ്ത് പരമാവധി ആളുകളെ ഇഷ്ടപ്പെടുത്തി. കാരണം അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അതിലത്തെ വലിയൊരു കാര്യം. മാത്രമല്ല ഒരുപാട് ജീവിതങ്ങൾ അവിടെ കഴിഞ്ഞു പോകാനും. അപ്പം അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഈ സീരിയസ് ആയിട്ടുള്ള നാടകങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വേദികൾ മാത്രമേ കിട്ടുള്ളൂ. അത്രയും ഗൗരവത്തിൽ നാടകത്തിനോട് ചിന്തിക്കുന്ന നാടകങ്ങൾ, അങ്ങനെയുള്ള നാടകവേദികൾ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പറ്റം മനുഷ്യർക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ നാടകത്തിന് ആ രീതിയിൽ മൈൽഡായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം ഇപ്പോൾ കുറേ കൂടി മാറി. ഇപ്പോഴും പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ അത്യാവശ്യം നല്ല വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവരും കൈകാര്യം ചെയ്യുന്നത്. പ്രൊഫഷണൽ നാടകമായാലും ശരി. എന്താണ് ഇതിൻ്റെ തരം വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ടൂറിംഗ് ആണ്. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നാടകമായതുകൊണ്ട് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. കുറച്ചും കൂടി പോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ആ സമയം ഗൗരവത്തിൽ നാടകം ചെയ്യുമ്പോൾ സംഭവിച്ച് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ടാണ് നാടകം ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടിയും വലിയൊരു ക്യാൻവാസിൽ നാടകം ചെയ്യാൻ പറ്റും. ആ വലിയൊരു ക്യാൻവാസിൽ നാടകം ചെയ്യുന്നത് എല്ലായിടത്തും കൊണ്ട് കളിക്കാൻ പറ്റില്ല.
അത് അവിടെ തന്നെ കളിച്ച് അത് അങ്ങ് തീരും. അവിടെ പക്ഷേ ഇൻകമിൻ്റെ പ്രശ്നമില്ല, അല്ലെങ്കിൽ നടന്മാരുടെ ഒരു വരുമാനത്തിൻ്റെ പ്രശ്നം അവിടെ ഒതുക്കുന്നില്ല. മറ്റത് അങ്ങനെയല്ല, ഒരു കൊല്ലത്തേക്കുള്ള നാടകമാണ് കളിക്കുന്നത്. പക്ഷേ ഇപ്പം എല്ലാവരും അത്യാവശ്യം നിലവാരത്തിൽ തന്നെയാണ്, എല്ലാവരും ഏകദേശം ഒരേ നിലവാരത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തർക്കമില്ല എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നാടകത്തിൽ ഇപ്പോഴും ഉണ്ട്. ഒരു 50% നാടകം വളരെ നമ്മുടെ സീരിയൽ ടൈപ്പ് നാടകങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഒരു ടി വിയിൽ വരുന്ന സീരിയൽ ടൈപ്പ് നാടകങ്ങളുണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും ഇപ്പോൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നാടകങ്ങൾ തന്നെയാണ് ഇപ്പോൾ പരീക്ഷണങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇഷ്ടംമാതിരി 2 പേരൊക്കെ വെച്ചിട്ടുള്ള നാടകങ്ങൾ പ്രൊഫഷണൽ നാടകത്തിൽ കളിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് തന്നെയാണ് PM ആൻ്റണി എന്ന് പറയുന്നൊരു സംവിധായകൻ ഉണ്ടാകുന്നത്. ആലപ്പി തിയേറ്റേഴ്സിൻ്റെ കടലിൻ്റെ മക്കൾ എന്ന് പറയുന്ന നാടകം, ഹിറ്റായിട്ടുള്ള നാടകം. അതേ PM ആൻ്റണി തന്നെയാണ് പിന്നീട് ആലപ്പുഴ സൂര്യകാന്തിക്ക് വേണ്ടിയിട്ട് ക്രിസ്തുവിൻ്റെ 6-ാം തീയതി എന്ന് പറയുന്ന ഒരു പരീക്ഷണ നാടകം ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിക്കും. അത് ഉൾക്കൊള്ളാനുള്ള ഒരു ക്ഷമ ഓഡിയൻസിന് ഉണ്ടായി കിട്ടിയാൽ മതി. പരസ്പരം എല്ലാ നാടകക്കാരും അങ്ങോട്ടും ഇങ്ങോട്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാത്തിലേക്കും വരും ചെയ്യും, അതിനൊരു ഭംഗി ഉണ്ടാവും ചെയ്യും. തർക്കമില്ലാത്ത കാര്യം. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്നുള്ള നാടകത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ കാലത്തും തർക്ക വിഷയങ്ങളാണ്. നമുക്ക് നമ്മുടെ കൈവിരൽ വീശാനുള്ള ഒരു സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെ മാത്രമാണെന്ന് നമ്മൾ പറയും. അത് പലപ്പോഴും അത് വളച്ചൊടിക്കാറുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ള കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയുമ്പോൾ ചില വിഭാഗങ്ങളെ, ചില ആളുകളെ ഒക്കെ അത് അലോരസപ്പെടുത്താറുണ്ട്. അപ്പോൾ ഒരു കലയുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ ഇത്രയും വർഷങ്ങളോളം പല കലാമാധ്യമങ്ങളിൽ ഒരേ സമയം അടരാടുന്ന ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ സ്റ്റേറ്റ് ആയിരിക്കും അതിനെതിരെ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന മതമായിരിക്കും അതിനെതിരെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകൾ പോലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വിഘാതമായി മാറും. അപ്പോൾ കലയിൽ അങ്ങനെയുള്ള സെൻസർ സർട്ടിഫിക്കറ്റ്, സെൻസർ ബോർഡുകളൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്? ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വലിയ സെൻസർ സർട്ടിഫിക്കറ്റ് നമുക്ക് സിനിമയിൽ വരുന്നു. അതേസമയം തന്നെ നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അവിടെ ആർക്കും എന്തും കൊടുക്കാം. വാട്സാപ്പിലാണെങ്കിൽ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു സെൻസറൊക്കെ വരാറുണ്ട്. പക്ഷേ എങ്കിലും അത് സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല. നാടകത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നാടകം ലൈവാണ്. സ്പോർട്ടിൽ ചിലപ്പോൾ ഈ എതിർക്കുന്ന വിഭാഗത്തിൻ്റെ ഒരു ആക്രമണം ചിലപ്പോൾ സ്പോർട്ടിൽ നേരിടേണ്ടി വരുന്നത് നാടകപ്രവർത്തകർക്കായിരിക്കും. സിനിമയിലൊന്നും അങ്ങനെ ഡയറക്റ്റ് ഒരു ആക്രമണം നേരിടേണ്ട ഒരു അവസ്ഥ വരാറില്ല. അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ പല മേഖലകളിൽ പലതരം പദ്ധതികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സെൻസറിങ്ങിൻ്റെ ആവശ്യമില്ല. ഓഡിയൻസിന് തള്ളിക്കളയാം. ആ നാടകത്തിന് ചാൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് ആസ്വദിക്കാതിരിക്കുക, അല്ലെങ്കിൽ നാടകം കൊള്ളില്ല എന്ന് പറയാം. നമ്മൾ യൂത്ത് ആയിരിക്കുന്ന സമയത്താണ് സഫ്തർ ഹാഷ്മീനെ തെരുവുനാടകം കളിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് തല്ലിക്കൊല്ലുന്നത് തെരുവുനാടകം കളിച്ചുകൊണ്ടിരിക്കും. ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമില്ല. നാടകം കളിച്ചതിന് നാടകം കൊണ്ട് എതിർക്കില്ല. അതിന് പകരം ആ നാടകക്കാരനെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്താൻ എന്തൊരു പോറാണ്. ക്രിസ്തുവിൻ്റെ 6-ാം തീരുമാനം ചിന്തിച്ച് നോക്കിയാൽ അറിയാം. അതിൻ്റെ എന്താണ് ആ ടെക്സ്റ്റ്. ആ നാടകം കളിക്കുന്നതിന് മുമ്പാണ് ശരിക്കും പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് ഷോ വരെ നടത്തിയിട്ടില്ല. ഫസ്റ്റ് ഷോ നടത്തുന്നതിന് മുൻപ് തന്നെ അതിനെ നിരോധിക്കാണ് ഉണ്ടായത്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് അതിന് വേറെ രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അത് ഇതിനൊരു ആയുധമാക്കി മാറ്റി എന്നുള്ളതാണ്. ഈ സിനിമയെക്കാളും അല്ലെങ്കിൽ മറ്റ് റെക്കോർഡഡ് ആർട്ടിനെക്കാട്ടും വളരെ റിസ്ക്കാണ് നാടകത്തിനെ സംബന്ധിച്ച് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സംഭവം. ലൈവായിട്ടാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭഗവാൻ കാലം മാറുന്നു. എത്രയും സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് ആ കാലഘട്ടത്തിൽ നാടകം കളിച്ചിട്ടുള്ളത്. വളരെയധികം സെക്യൂരിറ്റി കൊടുക്കേണ്ടി. അടിയന്തരാവസ്ഥ കാലത്ത് നാടകം കളിച്ച അനുഭവങ്ങൾ TG രവി ഒക്കെ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ. അതുപോലെ തന്നെ വേറൊരു നാടകത്തിനെതിരായിട്ട് വേറെ നാടകം വന്നു. ആദ്യം നാടകം കളിച്ച ഗ്രൂപ്പിനെതിരായിട്ടുള്ള നാടകം ആയതുകൊണ്ട് ആദ്യം നാടകം കളിച്ച ഗ്രൂപ്പിൻ്റെ ആളുകൾ ഈ നാടകത്തിന് കളിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഏകദേശം 50-ലധികം ജനറേറ്റർ നാടകം കളിക്കുന്നിടത്ത് കത്തിച്ച് കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സോഫ്റ്റായിട്ട് നാടകം കളിച്ചാൽ മതി, അല്ലെങ്കിൽ ആരെയും മനസ്സിലാക്കാണ്ട് തെറി വിളിക്കുന്ന രീതിയിൽ നാടകം കളിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും. നമുക്ക് ധൈര്യമായിട്ട്, എനിക്ക് തോന്നുന്നത് അന്ന് ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് കുറച്ചുകൂടി പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് ഓരോ ഇഞ്ചിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ആള് അവരുടെ സമുദായത്തിലുള്ള ആളാണെന്ന് കരുതിയിട്ടുള്ള ആക്രമണം, അതിനെ എങ്ങനെയെങ്കിലും തടയുക, അത് ഫിസിക്കലായിട്ട് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം 100% വേണം. അതിന് തള്ളിക്കളയേണ്ടത് 2 രീതിയിലാണ്. ഒന്ന്, അതിന് സ്റ്റേജുകൾ പരമാവധി കൊടുക്കാതിരിക്കുക. രണ്ടാമത്, അതിനെതിരെ ഒരു നാടകം കളിക്കുക. ആ 2 രീതിയാണ് അവലംബിക്കുന്നത്. അതിന് പകരം അതിന് ഫിസിക്കലായിട്ട് കൈകാര്യം ചെയ്യാന്ന് പറയുന്നതും നിരോധിക്കുക എന്ന് പറയുന്നതും വളരെ അപരിഷ്കൃതമാണ്. നമ്മൾ ഒരു പുരോഗമന സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല. മാത്രമല്ല, അന്ന് PM ആന്റണിയൊക്കെ സത്യത്തിൽ പെട്ടുപോയി എന്ന് പറയാം.
അവർ ആ നാടക സംഘം അങ്ങനെ തന്നെ ജയിലിൽ പോകുന്നു എന്ന് ആലോചിക്കുക. നാടകം കളിച്ചതിൻ്റെ മുകളിൽ ജയിലിൽ പോവുക, ജാമ്യം എടുക്കാൻ നടക്കുക, അത് കഴിഞ്ഞ് പിന്നീട് ആ ഒരു പശ്ചാത്തലം ആൾക്കുള്ളത് കൊണ്ട് ആളെങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ആളെ പിന്നീട് ഒരു കൊലക്കേസിൽ കൊണ്ടുപോയി പെടുത്തി. കൊലക്കേസ് എന്ന് പറഞ്ഞ ആള് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരുപാട് കാലം കഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു നാടകം കളിച്ചതിൻ്റെ മുകളിലാണ് ഇത്രയും ബുദ്ധിമുട്ടായ ഒരു കലാകാരൻ അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ ശരിക്കും പറയും, അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് വളരെ കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ തളർന്നു പോകുള്ളൂ. കാരണം അവർ പെർഫോമൻസിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്, ഒരു പൊതുപ്രവർത്തനത്തിനല്ലല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പേടിക്കും, തളർന്നു പോകും. അങ്ങനെ സംഭവം ഉണ്ടാവും. എന്തായാലും ഒരുപാട് നാടകത്തെ പറ്റിയിട്ടും അതുപോലെ കടന്നു വന്ന വഴികളിലെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെയും നമ്മൾ ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലൂടെ ഒരുപാട് പുതിയ തലമുറയ്ക്ക് വരെ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ആശയങ്ങൾ, നമ്മൾ കടന്നു വന്ന വഴികളിലെ വളരെ തീക്ഷ്ണമായിട്ടുള്ള ഓർമ്മകൾ എല്ലാം ഈ സെഗ്മെന്റിലൂടെ നമ്മൾ പങ്കുവച്ചു. ഇനിയും പുതിയ പുതിയ സ്വപ്നങ്ങളിലൂടെ യാത്ര തുടരാനായിട്ട് സാധിക്കട്ടെ. പുതിയ സിനിമ പറഞ്ഞു നമ്മൾ പള്ളിച്ചട്ടമ്പി അല്ലെ? പള്ളിച്ചട്ടമ്പി, പിന്നെ ബ്രോയിൻ കോർട്ട് എന്നുള്ള സിനിമ. പിന്നെ നമ്മുടെ സാധ്യതയാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മേഖലയാണ് റേഡിയോ എന്ന് പറയുന്നത്. കാരണം റേഡിയോയിലൂടെ ഒരുപാട് ആളുകൾക്ക് വോയിസ് കൊണ്ട് പെർഫോം ചെയ്യാനുള്ളൊരു വേദി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ തൃശ്ശൂർ ആകാശവാണിയിൽ TK മനോജൻ സാറുണ്ട്, മറ്റേ തിരുനെല്ലൂർ കരുണാകരൻ്റെ മകൻ. ആള് ഇവിടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ ആൾ എന്നെ കൊണ്ട് ഒരുപാട് പ്രോഗ്രാംസ്, ഈ വളരെ കണ്ടംപററി ഇഷ്യൂസ് ഉള്ള, ഇപ്പം നമ്മളിപ്പോൾ മറിമായം എന്ന് പറയുന്ന പോലെ ചുറ്റുവട്ടം എന്നുള്ളൊരു പ്രോഗ്രാം, ഒരു വളരെയധികം എപ്പിസോഡുകൾ ഞാൻ എന്നെയായിരുന്നു മെയിനായിട്ട്. അപ്പോൾ രണ്ട് സംഭവമാണ്. ഒന്ന്, അതിലൊരുപാട് ആർട്ടിസ്റ്റുകൾ, അവിടെ ഒരു ഗ്യാങ് ഉണ്ടാവണം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഘം പതുക്കെ 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 രൂപപ്പെട്ടെടുക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനും പറ്റും. അത് കേൾക്കാനും സുഖമാണ്. ഈ ആളുകൾക്കൊരു അവസരത്തിൽ കിട്ടാനുള്ളൊരു എളുപ്പമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ നെറ്റിലൂടെയും അതുപോലെ മറ്റ് നെറ്റ് റേഡിയോസിൽ ഒക്കെ സ്റ്റോറി ടെല്ലിങ് ചെയ്യാറുണ്ട്, കഥകൾ അവതരിപ്പിക്കുക. അപ്പോൾ ആ ഒരു സംഗതി പക്ഷെ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പോഡ്കാസ്റ്റ് ഉണ്ട്, ഇല്ലയെന്നല്ല, എങ്കിലും ആ ഒരു റേഡിയോ എന്ന് പറയുന്ന ഒരു സംഭവം സർക്കാർ പതുക്കെ പിൻവലിച്ചോട് കൂടിയിട്ട് അതിൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു അനുഭവം ഇല്ലാണ്ടായി. കാരണം ഇപ്പോഴത്തെ നമ്മുടെ FM റേഡിയോ എന്ന് പറയുന്നത് പാട്ടുകളെയും ചിറ്റ്ചാറ്റിലൂടെയൊക്കെ കാര്യങ്ങൾ നീങ്ങി പോകുന്നു. പക്ഷേ ഒരു അനുഭവമാവുന്നത് നമുക്കറിയാം, പണ്ട് നാടകങ്ങളുടെ ഒരു തുടർ നാടകം അല്ലെങ്കിൽ നാടകം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ശബ്ദത്തിലൂടെ നമുക്ക് ഒരു കല ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളിപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന പോലെയുള്ള വേറൊരു അനുഭവത്തിലാണ്. കാരണം ഇപ്പം മൾട്ടി മീഡിയ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, ഞാനും മൾട്ടിമീഡിയയിലൂടെ വളർന്നു വന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ എല്ലാം മൾട്ടിമീഡിയ തന്നെയാണ്. പക്ഷേ ഈ മൾട്ടിമീഡിയയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം സ്പൂൺ ഫീഡിംഗ് ആണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാവനയ്ക്ക് ചിറക് വിടർത്താനുള്ള എല്ലാ അതിരും മാച്ച് കളയുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ മുന്നിലേക്ക് വിഷ്വൽ എത്തുന്നു, ശബ്ദം എത്തുന്നു. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഫീഡിങ് പോലെയാണ്. നമുക്കവിടെ ഇനി വേറെ പ്ലാൻ വരയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു ശബ്ദം മാത്രം കേൾക്കുമ്പോൾ, ഒരു നാടകം കേൾക്കുമ്പോൾ അതെവിടെ സംഭവിക്കുന്നതായിരിക്കും, ലോകത്തിൽ എവിടെയായിരിക്കും, ആ സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയായിരിക്കും, ആ റൂമിൻ്റെ പെയിൻറ്റിൻ്റെ കളർ എങ്ങനെയായിരിക്കും, അവിടെ അവരെവിടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കേൾക്കുന്ന ആളുടെ ഒരു ഭാവന ഉണർത്തുന്ന രീതിയിലാണ് പലപ്പോഴും ശബ്ദത്തിലൂടെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ. ഒരു റേഡിയോ നാടകമൊക്കെ കേൾക്കുമ്പോൾ, നമ്മൾ പണ്ട് വളരെ കുട്ടിയായിരിക്കുമ്പോൾ പോലും നാടകം നീലവിരിയിട്ട ജാലകം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ, നീലവിരിയിട്ടൊരു ജാലകം നമ്മുടെ മനസ്സിൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് എവിടെയായിരിക്കും, ഇത് അവിടുത്തെ ഒരു രംഗപടം എന്തായിരിക്കും. അപ്പം നമ്മൾ ഈ രംഗപടം എന്നുള്ള വാക്കൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കലാകാരൻ ഉള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് ആകാശങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നിഷേധിക്കുന്നതാണ് ശരിക്കും മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഒരു കാര്യം. ഓരോന്നിനും ഈ നേരത്തെ നമ്മൾ ഈ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓരോന്നിനും ഐഡൻറ്റിറ്റികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞത് ആകാശവാണി എന്ന് പറയുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ, അതിലൂടെ വരുന്ന നാടകങ്ങൾ, അതിലൂടെ വരുന്ന മറ്റ് കലാപ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ വളരെയധികം അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സിനിമ ചെയ്യാൻ പറ്റാത്തവർക്ക് ഷോർട്ട് ഫിലിം ചെയ്യുന്നൊരു മേഖല ഉണ്ട്. ആകാശവാണി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ നാടകത്തിന് ബദലായിട്ട് ഒന്ന് രണ്ട് കുറച്ച് പേരെങ്കിലും ശ്രമിച്ചു. പക്ഷെ പിന്നെ അത് ഡെവലപ്പ് ചെയ്തില്ല. അതായത് ശബ്ദ നാടകം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു സാധ്യത വലിയൊരു സാധ്യതയാണ്. ഈ നേരത്തെ ജബീൻ പറഞ്ഞാണ് സംഗതി. കഥ കേൾക്കുമ്പോൾ, ആ കഥ കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ക്യാരക്ടേഴ്സും അതിൻ്റെ ഉള്ളിലത്തെ ലൊക്കേഷനും അതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസും ഒക്കെ നമ്മളാണ് മനസ്സിൽ കാണുന്നത്. നമുക്ക് ഭയങ്കര ഇമാജിനേഷൻ ആയിരിക്കും. ആ ഒരു സംഗതി ഫുൾ വിഷ്വൽ നമ്മുടെ കയ്യിൽ നമ്മളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇല്ലാണ്ടായി പോയി. അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഏകാഗ്രതയുണ്ട്. ഇപ്പൊ നമ്മൾ ഞാൻ ചില ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുക എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയ ധ്യാനത്തിന് പോണേക്കാളും നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2 പേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള വൈറ്റ് പേജ് ബ്ലാക്ക് ലെറ്റേഴ്സ്,
ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഒരു പേജ് ഫോളോ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്ന പോലെ ചുറ്റുമുള്ള ലോകം കൊട്ടിയടയ്ക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു പേജ് മറിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഏകാഗ്രത കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റേ നമ്മൾ ടി വി ഇങ്ങനെ ഓണാക്കി ഇടുന്നു, ശബ്ദം വരുന്നു, വിഷ്വൽ വരുന്നു, സൗണ്ട് എഫക്റ്റ് വരുന്നു, സ്വാഭാവികമായിട്ടും നമ്മളെ ഫുള്ളായിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് നിർബന്ധിതമായിട്ട്. അപ്പൊ അതിന് പകരം മറ്റേത് വേറൊരു മേഖല തന്നെയാണ്. എന്തായാലും ആകാശവാണിയുടെ ഒരു എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ വേറെയാണ്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ആകാശവാണി വിട്ടു. ആകാശവാണി പൊതുവെ എല്ലാം ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ അടുത്ത് അച്യുതാനന്ദൻ എന്നൊരു സിനിമ നടനുണ്ട്, ഒരുപാട് സിനിമകൾ, സുവീരന്റെ സിനിമകളിലൊക്കെ അതന്നെ, മഹേഷിന്റെ പ്രതികാരം പോലുള്ള തട്ടുംപുറത്തപ്പൻ എന്ന് പറഞ്ഞ അതാണ്. ഞാൻ അച്യുതാനന്ദൻ ഫിലിമിൽ അഭിനയിച്ചിരുന്നു, ഓം ശാന്തി എന്ന് പറഞ്ഞിട്ട് സിജു വിൽസന്റെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് ഞാൻ പോകണ്ടേ. അപ്പോൾ ആളുടെ അമ്മ ഒരു എനിക്ക് കൊണ്ട് 60-70 വയസ്സായിട്ടുണ്ട്. ആള് പ്രേംപ്രകാശ് ലൂയിസ് തന്നെയല്ലേ പേര്? അതെ. ഞാൻ നിങ്ങളുടെ ആകാശവാണിയിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ നാടകങ്ങളും ചുറ്റുപാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഈ സൗണ്ട് മൊത്തം ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റി വലിയ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരു അപ്രിസിയേഷൻ എൻ്റെ ലൈഫിൽ ആ അമ്മയും ഈ പറഞ്ഞ അച്യുതാനന്ദൻ്റെ അനിയനും എൻ്റെ ലൈഫിൽ ഇന്നുവരെയ്ക്ക് കിട്ടിയിട്ടില്ല. കാരണം ശബ്ദം കൊണ്ട് ഒരാളെ തിരിച്ചറിയുക, അതിന് ഇഷ്ടപ്പെടുക, അതിനോട് ഇഷ്ടം തോന്നിയിട്ട് എന്നെ സ്വീകരിക്കുക എന്ന് പറയുന്നൊരു അനുഭവം, അത് ഭയങ്കര എനിക്ക് വല്ലാണ്ട് കോരിത്തെരിപ്പിച്ച് പോയിട്ടുള്ള സംഭവം അത്. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതിന് ഇത്രയും പവർഫുള്ളാന്ന്. കാരണം അവർ വീട്ടിലിരുന്നിട്ട് അവർ ലോകം മുഴുവൻ കാണുന്നു അവർ മനസ്സിൽ. അപ്പോൾ ഈ ഒരു അനുഭവം ഇന്നത്തെ തലമുറയ്ക്ക് ഇനി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ സമാന്തരമായിട്ടെങ്കിലും ശബ്ദ നാടകത്തിൻ്റെ ഒരു ഏരിയ പിടിക്കേണ്ടതുണ്ട് ശരിക്കും പറയണമെങ്കിൽ. അങ്ങനെ മുതിർന്നിട്ടില്ല. എന്തായാലും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യാനും അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ളപ്പോഴും ചില വേറിട്ട വഴികളിലൂടെ മുന്നോട്ട് പോകാനും ഒക്കെ കാലം നമ്മളെ ഇനിയും അനുവദിക്കട്ടെ. അതിനുവേണ്ട എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും നമുക്ക് പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇവിടെ ഇനിയും കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.